എല്ലാവർക്കും കുബു സ്റ്റാറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനാണ്. ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഈ അവസരത്തിൽ എന്താണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്നറിയണ്ടേ? 1969 മുതൽ ഭാരത സർക്കാർ നൽകി വരുന്ന ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം നൽകുന്നു. ശ്രീ മോഹൻലാലിന് മുമ്പ് മലയാളത്തിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം ഏറെ സൂക്ഷ്മമായും അവധാനതാപൂർണമായ തിരഞ്ഞെടുപ്പിലൂടെ ലഭ്യമാകുന്ന അംഗീകാരമാണ്. അതിനാൽ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രമേ ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. അത്രമേൽ പ്രശസ്തമായ ഈ അംഗീകാരത്തിന് നാമധേയം ചെയ്യപ്പെട്ട ഫാൽക്കെ എന്ന ചലച്ചിത്രകാരൻ്റെ ജീവിതം അസാധാരണമായ അനുഭവങ്ങളുടെ അക്ഷയഖനികൾ നിറഞ്ഞതാണ്. ധുണ്ടിരാജ് ഗോവിന്ദ ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായി തൻ്റെ കരിയർ ആരംഭിച്ചു. എന്നാൽ ആ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കാരണം ആ ജോലി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീട് നാടക കമ്പനികൾക്ക് സ്റ്റേജ് കർട്ടൻ പെയിൻറ് ചെയ്യുന്ന ജോലിയിലേക്ക് മാറി. പിന്നീട് നാടക നടനായി, മജീഷ്യനായി കാലം കടക്കവേ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോട്ടോഗ്രാഫർ കം ഡ്രാഫ്റ്റ്മാനായി. പിന്നീട് എൻഗ്രേവിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് വർക്ക്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. എന്നാൽ അമേസിംഗ് ആനിമൽസ് എന്ന സിനിമ കാണാൻ പോയതാണ് ഫാൽക്കെയുടെ ജീവിത ഗതിവിഗതികളെ പാടെ മാറ്റിമറിച്ചത്. സിനിമാ മോഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലയടിച്ചു. ദി ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന യേശുവിൻ്റെ പടം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഹൈന്ദവ പുരാണം അവലംബമാക്കി ഒരു സിനിമ ചെയ്തുകൂടാ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുട്ടിട്ടു. പിന്നീട് സിനിമ എന്ന കലാരൂപത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ചെടുത്തു. ആദ്യം ചെറിയ മൂവി ക്യാമറയും റീലുകളും വാങ്ങി ചുമരിൽ സിനിമ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. തുടർന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും അതിനെയൊക്കെ മറികടന്ന് അദ്ദേഹം രംഗഭൂമി എന്ന മറാഠി നാടകം രചിച്ചു. സിനിമാറ്റിക് ക്വാളിറ്റിയുള്ള ആ നാടകം വൻ തുക മുടക്കിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. എങ്കിലും കാണികളുടെ പ്രതികരണം അനുകൂലമായിരുന്നില്ല. ഇത് അദ്ദേഹത്തെ നിരാശയിലാഴ്ത്തി. എങ്കിലും ആ കാലയളവിൽ അദ്ദേഹത്തെ സിനിമയിൽ എത്തിക്കാൻ പലരും ശ്രമിച്ചു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണത്തിനായി ശ്രദ്ധയൂന്നി. തുടർന്ന് ഫാൽക്കെ ഫിലിംസ് കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. പിന്നീട് പ്രഥമ ഇന്ത്യൻ കഥാചിത്രമായ രാജ ഹരിശ്ചന്ദ്ര 1913 നിർമ്മിച്ചു. അതുപോലെ ഭസ്മാസുര മോഹിനി, ഗംഗാവതാരം, സാവിത്രി, ലങ്കാദഹൻ, ശ്രീകൃഷ്ണ ജന്മ, സേതുബന്ധനം തുടങ്ങി 100ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചു. അങ്ങനെ ഭാരതീയ ചലച്ചിത്രത്തിന്റെ പിതാവായി ഫാൽക്കെ അറിയപ്പെട്ടു. 1870 ജനിച്ച് 1944 നിര്യാതനായ അദ്ദേഹത്തിന്റെ ജീവിത വഴികൾ പ്രിയപ്പെട്ടവരുടെ വേർപാടടക്കം ഏറെ കൈപ്പേറിയതായിരുന്നെങ്കിലും സിനിമ എന്ന ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ നാമധേയമുള്ള ഫാൽക്കെ അവാർഡാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന് ലഭിച്ചത്. 10 ലക്ഷം രൂപയും സ്വർണ്ണ കമലമുദ്രയും ഫലകവുമാണ് പുരസ്കാരമായി ലഭിക്കുക. നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം.